ആരും സേലത്ത് വന്നിട്ട് ഇവിടെ നിന്ന് കാപ്പി കുടിക്കരുത്. ഒരു ഓലമേന സെറ്റപ്പിലാണ് ഇവരിത് റെഡിയാക്കിയിരിക്കുന്നത്. അത്യാവശ്യം പേടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. സെബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സേലം എയർപോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂറുണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ബസ്സിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ടൗണിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ അതിന് പേയ്മെൻറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-45 മിനിറ്റ് കൂടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സേലത്ത് തേരാപ്പാര എന്നാണ് ഈ ഒരു സീരീസ് ഞാൻ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു മണിയുടെ ഫ്ലൈറ്റ് 2 മണി 2:20 ആകുമ്പോൾ ഇവിടെ ലാൻഡിങ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് നമുക്ക് ഉടനെ ഒന്നും നാട്ടിലോട്ട് ബസ്സോ ട്രെയിനോ ഒന്നുമില്ല. നമ്മൾ ട്രെയിനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്യണം. ബസ്സിനാണെങ്കിൽ ബസ് SVR സർക്കിൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സേലം ടൗണിലോട്ട് പോകുന്ന കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ അമ്മ ദേ ഇവിടെ നിൽപ്പുണ്ട്. അമ്മ ഇന്ന് എന്നാ പരിപാടി? സേലത്ത് വന്നിട്ട് അമ്മ നല്ല ചൂടുണ്ട്. അപ്പോൾ സേലത്ത് പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ബസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഏകദേശം 1 മണിക്കൂർ എടുക്കും നമുക്ക് ബസ് വരാൻ വേണ്ടി. അപ്പോൾ ബസ് വന്നിട്ട് നമുക്ക് ബസ്സിന് സേലം പോവാം. നമുക്ക് വല്ല ഡ്രസ്സോ വല്ല മേടിക്കാനുണ്ടോ നോക്കാം നമുക്ക്. നമ്മളപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ബാക്കിൽ കാണുന്ന കുറേ ചേട്ടന്മാർ അവരിവിടുത്തെ പാർട്ടി പ്രവർത്തകരാണ്. വളരെ നല്ല മനുഷ്യരാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ പൊതുവെ ഈ ഭാഗത്തേക്കുള്ളവർ അത്യാവശ്യം നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ചൂഷണം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെയും കാണുമായിരിക്കും. ബട്ട് ഈ കണ്ട ആൾക്കാർ നൈസാണ്. നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ച് എവിടെയാണെന്ന് അവർ ശബരിമലയൊക്കെ പോകുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് ഒരു 10-15 മിനിറ്റ് അവരോട് സംസാരിച്ചു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ബസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നമ്മളിവിടെ എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ വെയിറ്റിംഗ് ഏരിയ നിൽക്കുകയാണ്. അപ്പോൾ കാര്യപരിപാടികളിൽ ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ബുക്ക് ചെയ്ത ബസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. 1000 രൂപ കിട്ടിയുള്ളൂ. ബാക്കി പൈസ ക്യാൻസലേഷൻ ഫീ ആയിട്ട് പോയി. തിരിച്ച് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് തന്നെ ഉണ്ട് സേലത്ത് നിന്ന് കൊച്ചിയിലേക്ക് 5:20. അപ്പോൾ അതൊരു 6 മണി 6:30 ആകുമ്പോൾ ചെല്ലും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് തിരിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. അമ്മയ്ക്ക് 2ാമത്തെ തവണയും ഫ്ലൈറ്റിൽ കയറാൻ ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ചെറിയ കുഞ്ഞ് എയർപോർട്ടാണ്, നേരത്തെ കാണിച്ച പോലെ തന്നെ കുഞ്ഞൊരു എയർപോർട്ടാണ്. ഈ തവണയും നാട്ടിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാം. അപ്പോൾ എന്തായാലും ഒരു ചായ എങ്കിലും സേലത്ത് വന്നിട്ട് കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ചെറിയ എയർപോർട്ടിനകത്ത് തന്നെ ഒരു കുഞ്ഞ് ക്യാൻറ്റീനുണ്ട്. അപ്പോൾ അതെ ഈ ഭാഗത്തായിട്ടാണ് ക്യാൻറ്റീൻ വരുന്നത്. ഈ ഭാഗത്താണ് അലയൻസ് എയറിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ മെനു എഴുതിയിട്ടുണ്ട്. ചായക്ക് 20, കാപ്പിക്ക് 25, ബ്ലാക്ക് ടീ, മിൽക്ക്, വാട്ടർ ബോട്ടിൽ, വെജ് സാൻഡ്വിച്ച്, എഗ്ഗ്. അപ്പോൾ നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. അപ്പോൾ തിരിച്ചും ഫ്ലൈറ്റിന് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വളരെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് കൊച്ചിയിലോട്ട് പോകാനൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ നോക്കിയതാണ് ഫ്ലൈറ്റിന് എത്ര ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ വന്ന ദിവസം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ഹൈ ഫെയർ ആയിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ കാണിച്ചത്. പക്ഷേ ഇപ്പോൾ ഫെയർ 1000 രൂപയുള്ളൂ. 1034 രൂപയോ 1134 ആണ്. ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്കാപ്പിയയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ പോയിൻറ്റ്സ് റെഡീം ചെയ്താണ് നമ്മൾ തിരിച്ചും നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം കൺവീനിയൻസ് ഫീയും ടാക്സും എല്ലാം കൂടെ കൂട്ടി ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടത് 3100 സംതിങ് ആണ്. അതിന് പകരം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ 14,000 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഇതിനെല്ലാം വാലിഡിറ്റി ഉണ്ട്. ഇതൊക്കെ എക്സ്പയർഡ് ആയി പോകും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സേലത്ത് വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ചായ കുടിക്കുക, വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. ഇനിയിപ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചു പോകേണ്ട നമുക്ക് ഫ്ലൈറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ സേലം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലീവിനെ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരാഴ്ചയേ ഉള്ളൂ. നമ്മളങ്ങനെ കാപ്പി മേടിച്ചു.
കാപ്പി മേടിച്ച് നമ്മളിപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എയർപോർട്ടിൻ്റെ ബോർഡറാണ്. അപ്പോൾ എയർപോർട്ടിൽ വല്ല ഫ്ലൈറ്റും വരുന്നുണ്ടോ എന്ന് നോക്കാം. സത്യം പറയാലോ, ആരും വെയിലത്ത് വന്നിട്ട് ഇവിടുന്ന് കാപ്പി കുടിക്കരുത്. നല്ല ഓഞ്ഞ കാപ്പി. സാധാരണ തമിഴ്നാട്ടിൽ വന്ന കാപ്പിയും ചായയൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ഇതൊരുമാതിരി വെള്ളത്തിൽ കലക്കി വെച്ച് എന്നിട്ട് 25 രൂപയും മേടിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓൾറെഡി ഞാൻ ബസ് ബുക്ക് ചെയ്തല്ലോ, അത് ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് ലോസ് വന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നോർമലി ഉള്ള ഒരു എനർജിയിലല്ല ഞാൻ ഇന്നിപ്പോൾ വീഡിയോ തുടങ്ങിയതും ഇപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതും. സ്റ്റൊമക്ക് ആക്ച്വലി അപ്സെറ്റാണ്. ഒരു 3-4 തവണ കൊച്ചി വെച്ച് തന്നെ വാഷ്റൂമിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അതിൽ ചെറിയ ലോസേ ഉള്ളൂ. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എത്ര രൂപ നമ്മൾ വെറുതെ കളയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നാട്ടിലും ചെല്ലാം, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഇത് ആക്ച്വലി എയർപോർട്ടിലേക്ക് മെയിൻ ഈ ആംബുലൻസ് അതുപോലെ തന്നെ ഈ VVIPs ഒക്കെ വരുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗേറ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ കാണുന്നതാണ് ആക്ച്വലി എയർപോർട്ടിൻ്റെ റൺവേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു കാപ്പി കുടിച്ച ശേഷം പുറത്ത് പോകാൻ പറ്റുമെങ്കിൽ പുറത്ത് പോകും. ഇവിടെ തമിഴ്നാട്ടിലെ അത്യാവശ്യം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് ഇവിടെ നിൽപ്പുണ്ട്. എനിക്കൊന്ന് VVIP ആരോ വരുന്നോ പോകുന്നോ എന്തോ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. എനിവേ ഞാനീ ഒരു കോഫി കുടിക്കട്ടെ. ഞാൻ അമ്മയോട് അവിടെ വെയിറ്റ് ചെയ്തോളാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ബസ്സിന് കയറി ജസ്റ്റ് എന്തെങ്കിലും ഇവിടെ വരെ വന്നാൽ എന്തെങ്കിലും സ്വീറ്റ്സോ വല്ലതും കിട്ടുമോ നോക്കണം. അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിന് കയറി നമുക്ക് ജസ്റ്റ് സേലം വരെ ഒന്ന് തൊട്ടടുത്തൊക്കെ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയാം. ജസ്റ്റ് ഈ ഒരു ബസ്സിന് കയറി നമുക്ക് വെളിയിൽ പോയിട്ട് വരാം. ഇനിയും ഏകദേശം 3:15 ആയതേ ഉള്ളൂ. ഇനി ഏകദേശം 2 മണിക്കൂറൂടെ ഉണ്ട്. ബസ്സിന് പോയിട്ട് പെട്ടെന്ന് വരാം. അങ്ങനെ ബസ്സിൽ കയറി സേലം ടൗൺ വരെ ജസ്റ്റ് പോയിട്ട് വരാം. അവിടുന്ന് എല്ലാ മണിക്കൂറിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. 5:20 ഫ്ലൈറ്റ്. ഒരു 5 മണിയാകുമ്പോഴെങ്കിലും ഞാൻ എത്തണം. ഇപ്പോൾ 3:15 2 മണിക്കൂർ സമയമുണ്ട് നമുക്ക്. എന്തായാലും നമുക്ക് സേലം ടൗൺ വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും സ്വീറ്റ്സ് കിട്ടുമെങ്കിൽ മേടിക്കാം വീട്ടിലോട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോകാൻ നേരത്ത് അവിടെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. അപ്പോൾ എനിവേ മീറ്റിംഗ് ആണ്. നമ്മളങ്ങനെ ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഉണ്ടെന്നാണ് വണ്ടിയിലെ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഏതോ വലിയ ജംഗ്ഷനോ ഏതോ വലിയ എന്തോ സംഭവമാണ്. പച്ചക്കറിക്കടയും എല്ലാം ഉണ്ട്. നമുക്കിനിയിപ്പോൾ അപ്പുറത്തോട്ട് ചെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. സേലം ടൗൺ ഇവിടുന്ന് പിന്നെയും പോകണം. നമുക്കിവിടെ ആരോടെങ്കിലും ചോദിക്കാം. ഈ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വഴി പോയാൽ മതി എന്ന് പറഞ്ഞത്. ഇവിടെ ഒത്തിരി ഇതൊരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. ഈ പൂ മാത്രം കിട്ടുന്ന ഒരു മാർക്കറ്റായിരുന്നു. നമുക്ക് ബസ്സിന് വെറും 7 രൂപ ആയിട്ടുള്ളൂ. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ എയർപോർട്ടിൽ നിന്ന് മാറി ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു സ്വീറ്റ് ഷോപ്പ് കണ്ടു. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയി നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന്. നമ്മളങ്ങനെ സ്വീറ്റ് ഷോപ്പിൻ്റെ അടുത്തെത്തി. എന്തൊക്കെ സ്വീറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ചായ ഉണ്ട്, ഒരു ചായ ലൈറ്റായിട്ട് കുടിക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്വീറ്റ്സ് ഉണ്ട്. പഴയ ഒരു ഓലമേന സെറ്റപ്പിലാണ് ഇവരിത് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ചെന്ന് നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അത്യാവശ്യം പേടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് പോവാം. എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു, അമ്മ വിളിച്ചു. നമുക്ക് പെട്ടെന്ന് ബോർഡ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്, അവരെടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഒരു നല്ല സ്ട്രോങ് ചായ, ചെറിയ കുട്ടി ഗ്ലാസ്സാണ് ചായ തരുന്നത്. അപ്പോൾ ഇത് അടിപൊളിയാണ്, പക്ഷേ ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് മേടിച്ച ശേഷം നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ഏകദേശം ഇത്രയും സ്വീറ്റ്സ് മേടിച്ചത് നമുക്കായത് 1233. ഈ കട വരുന്നത് ശ്രീ മീനാക്ഷി സ്വീറ്റ്സ് ആൻഡ് ബേക്കേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോ വല്ലതും കിട്ടുമോ എന്ന് പോയി നോക്കാം. നമ്മൾ ആ കണ്ട സ്ഥലത്തുനിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. 150 രൂപ പറഞ്ഞു, അത്യാവശ്യം കത്തിയാണ്. പക്ഷേ എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു.
അമ്മ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് എയർപോർട്ടിലോട്ട് പോവുകയാണ് ഓട്ടോയിൽ. നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് എത്തി. അണ്ണൻ சிரிக்குது. ஆனா എനിക്ക് സ്മോൾ യൂട്യൂബ് ചാനൽ ഇருக்கு. എയർപോർട്ടിലെത്തി. അപ്പോൾ നമുക്ക് അണ്ണനെ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് അമ്മയെ കാണാം. അങ്ങനെ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ മേടിച്ച ശേഷം നമ്മൾ തിരിച്ചു വന്നു. 150 കൊടുത്തതിൽ ഒരു നഷ്ടവുമില്ല. കാരണം അത്യാവശ്യം ന്യായമായ കിലോമീറ്റർ ഉണ്ടായിരുന്നു എയർപോർട്ടിലോട്ട്. അപ്പോൾ അമ്മ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിനകത്ത് കയറിയ ശേഷം കാണാം. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചിപ്പോൾ സമയം 5:30 5:30 നമുക്ക് തിരിച്ച് സേലത്തുനിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഒരു ക്ലോസ് ഓഫ് വിഷ്വൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെ, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അലയൻസ് എയർലൈനിൻ്റെ ഫ്ലൈറ്റാണ്. നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ആണ്. കയറ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അമ്മ പ്രോ ട്രാവലർ ആയിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? കൊച്ചിയിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ സീറ്റ് തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഒറ്റ സീറ്റാണ്. ഈ സീറ്റും ഒരു 3/4 ഭാഗമേ ഫുള്ളായിട്ടുള്ളൂ. ബാക്കി സീറ്റ്സ് ഉണ്ട് മിച്ചം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പൊങ്ങിയ ശേഷം കാണാം. അടുത്ത് പോയി കിടന്നുറങ്ങുക. അമ്മ ഓക്കെ അല്ലേ? നമ്മളങ്ങനെ തിരിച്ച് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് 1 മണിക്കൂർ ഉറങ്ങി. അമ്മയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഫ്ലൈറ്റ് ജേർണി? നമ്മളിവിടുന്ന് ബസ്സിനാണ് പോകുന്നത് ആക്ച്വലി. അങ്ങനെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലെത്തി. ഇനിയിപ്പോൾ വണ്ടി എടുക്കുക, പോവുക. സേലം തേരാപ്പാര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമതും ഫ്ലൈറ്റിൽ കയറി മായ സെബാസ്റ്റ്യൻ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ? സത്യം പറഞ്ഞാൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കിടന്ന്, ആ കൂടെ തന്നെ അമ്മയും കിടന്നുറങ്ങി. പിന്നെ കൊച്ചി എത്തിയപ്പോഴാണ് കണ്ണു തുറന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വേറൊന്നും പറയാനില്ല, അടിപൊളി മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനില്ല. ഭയങ്കര ഭാഗ്യമായി പോയി. നമ്മുടെ ഫാമിലിയിൽ ആർക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തവരാണ്. അടിപൊളി, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തീർക്കും, 2 വാക്കിൽ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.